എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ കോഴിക്കൂട്. ഒത്തിരി പേര് നമ്മളോട് ഈ കോഴിക്കൂടിന് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഇപ്പോഴത്തെ ഓട്ടോമാറ്റിക് മുട്ട ഉരുണ്ട് വരുന്ന ടൈപ്പിലും അങ്ങനത്തെ ഉള്ള കഴിച്ചുവിടാൻ പറ്റാത്ത നമ്മൾ ഈ കോഴിക്കൂടൊക്കെ പറയുമ്പോൾ എല്ലാവരോടും മടിയാ പറയും. കാരണം കോഴിക്കൂടിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് പെട്ടെന്ന് ഡാമേജ് ആവും ഇങ്ങനത്തെ സംഭവത്തിലാക്കി കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ഇവരും അങ്ങനെ ആവശ്യപ്പെട്ടതാണ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടൊരു ഐഡിയയിൽ ചെയ്തതാണ്. ഇതാണ് ഒരു 2-3 കല്ലിന് ഇതുപോലെ കെട്ടിയിട്ട് ബാക്കി ഇതുപോലെ നെറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നെറ്റൊന്നും തുരുമ്പെടുക്കുകയോ പിടിക്കുകയോ ഒന്നുമില്ല. അപ്പം അത്യാവശ്യം അധികം ഉള്ളിൽ സ്പേസും കിട്ടും. അപ്പോൾ ഇങ്ങനെയായിരിക്കും കോഴിക്കോടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ആ മുടക്കുന്നതിൻ്റെ ഇരട്ടി മുടക്കും. അതിപ്പോൾ ഒരു 15,000 രൂപയുടെ കോഴിക്കോട് മുടക്കുമ്പോൾ ഇതിനൊരു 30,000 രൂപ മുടക്കേണ്ടി വരും. പക്ഷേ ഈ സംഭവം ഒരിക്കലും പോവില്ല. ഈ സംഭവം കണ്ട ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ 2 കല്ലിന് ഹൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ കോഴിക്കോട് ഒരിക്കലും കംപ്ലൈൻ്റ് ആവില്ല. ഷീറ്റൊക്കെ അത്യാവശ്യം വലിയ ഗേജുള്ള ഷീറ്റൊന്നും ഇടണമെന്നില്ലല്ലോ, കോഴിക്കോടല്ലോ. 10-15 വർഷമൊക്കെ കിട്ടിയാൽ പോരെ. അപ്പം അതിനെക്കുറിച്ച് ചിന്തിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോഴിക്കോട് ഒരിക്കലും ഡാമേജ് ആവില്ല. അപ്പോൾ ഒത്തിരി ആൾക്കാർ കോഴിക്കോടിന് വേണ്ടി ചോദിച്ചു വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. അപ്പം എല്ലാവരും 10 കോഴി എന്ന് പറഞ്ഞാൽ ഇത് 10 കോഴിക്ക് 10-50 കോഴിനെ വളർത്തുകയും ചെയ്യാം. സുഖമായിട്ട് നമുക്ക് ഇതിനകത്ത് കയറി നടക്കുകയും ചെയ്യാം. വേണ്ട ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. മറ്റേ കോഴിക്കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കൂട്, പട്ടിക്കൂട് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പെട്ടെന്ന്, കാരണം അടുപ്പുള്ള നെറ്റ് ഇടണമല്ല. കാരണം പാമ്പൊന്നും കയറാൻ പാടില്ല. പരമാവധി അടുപ്പുള്ള നെറ്റൊക്കെ ചെയ്യണം. അപ്പം അല്ലെങ്കിൽ പാമ്പെല്ലാം കയറുമല്ലോ. അപ്പോൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കോഴിക്കോടിന് വരുന്ന ആവശ്യക്കാർ വരുമ്പോൾ, പക്ഷേ ചിലവർക്കൊന്നും ഇതുപോലെ സ്ഥലം ഉണ്ടാവില്ല വെക്കാനുള്ള. ഇതുപോലെ ഇതിപ്പോൾ 3 കല്ല് കെട്ടിയിട്ടുണ്ട്. 3 ഒന്നും കിട്ടിയില്ലെങ്കിലും മിനിമം 1 കല്ലേലും കിട്ടിയാൽ മതി. തറയിൽ ഇറക്കപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. ഇതുണ്ടല്ലേ, നല്ല സുഖത്തിൽ കോഴീനെ ഇടാനും പറ്റും. എത്ര കോഴീനെ വേണമെങ്കിലും വളർത്താനും പറ്റും. ഒരു പ്രശ്നമില്ല. കണ്ടേ, ഇതിപ്പോൾ ചെയ്തിട്ട് കുറച്ച് നാളായി. കണ്ടല്ലോ, തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. തുരുമ്പ് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെയിന്റ് അടിക്കുകയും ചെയ്യാം. മറ്റേ കോഴിക്കോടാണെങ്കിൽ അങ്ങനെ പെയിന്റ് അടിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റുകയും ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി പറ. ഇങ്ങനെ ചെയ്തവരുണ്ടോ, അതോ മറ്റേ രീതിയിൽ ചെയ്തിട്ട് റെഡിമെയ്ഡ് വാങ്ങിയിട്ട് പെട്ടവരുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണല്ലോ നമ്മുടെ വിജയം. അപ്പോൾ അതിനെക്കൂടി ഒന്ന് അഭിപ്രായം പറയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു.